ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എക്സാമിനേഷനിലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനലിൽ വേരിയസ് പ്ലേലിസ്റ്റുകൾ അവൈലബിൾ ആണ്. അതെല്ലാം കണ്ടു നോക്കുക. ഏതൊക്കെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു അതെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കാരണം നിങ്ങൾ ഒത്തിരി പേര് വീഡിയോസ് കാണുന്നുണ്ട്, വ്യൂ വരുന്നുണ്ട്, പക്ഷേ അതനുസരിച്ചുള്ള സബ്സ്ക്രിപ്ഷൻ വരുന്നില്ല. കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. ചാനലുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുകൂടി ഫോളോ ചെയ്യുക. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ ഈക്വൽ ടു 1, ലേറ്റ് ഈക്വൽ ടു 38, വാട്ട് ഈസ് ബോസ്? എ എന്ന് പറയുന്നത് 1ഉം ലേറ്റ് എന്ന് പറയുന്നത് 38ഉം ആയാൽ ബോസ് എന്തായിരിക്കും? യൂഷ്വലി നമ്പർ വരുന്നതെല്ലാം നിങ്ങൾ ABCD എഴുതി നോക്കുക. ABCDEFGHIJKLM. എമ്മിൽ 13 ആവുന്നതുകൊണ്ട് അവിടെ നിർത്തുക. ദെൻ NOPQRSTUVWXYZ. നമ്പർ കൊടുത്താൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26. ഇങ്ങനെ കൊടുത്താൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എ എന്ന് പറയുന്നത് ഒന്നാണെങ്കിൽ ലേറ്റ് എന്തായിരിക്കും? എല്ലിന് നമുക്ക് എന്തെടുക്കാം? L is equal to 12, A is equal to 1, so 12 plus 1 13, T എന്ന് പറയുന്നത് 20, 13 plus 20 is equal to 33, E is equal to 5, 33 plus 5 equal to 38. കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ബോസ് എങ്ങനെ കണ്ടുപിടിക്കാം? B is equal to 2, O equal to 15, 15 plus 2 equal to 17, 17 plus double S, അപ്പോൾ 38. Correct. For example, this is 17. Then എന്തുണ്ട്? 19 into 2. 2 S വരുന്നത് 19 into 38. 38 എടുത്താൽ 8 7 15 ഇഷ്ടം 1 3 2 5 55. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 55 ആയിരിക്കും. നെക്സ്റ്റ്, ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഈച്ച് വേർഡ് ഈസ് റെപ്രസെന്റഡ് ബൈ ന്യൂമറൽസ് യൂസിംഗ് ദ സെയിം കോഡ്. ഫൈൻഡ് ദ വേർഡ് ഡിനോട്ടഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ന്യൂമറൽസ്. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളിൽ വാക്കുകൾ സംഖ്യകൾ ഉപയോഗിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു. അതേ കോഡ് ഉപയോഗിച്ച് ചുവടെയുള്ള വാക്കുകൾക്ക് ആനുപാതികമായ സംഖ്യ കണ്ടെത്തുക. തന്നിരിക്കുന്ന കോഡ് എന്ന് പറയുന്നത് LARGEST. എന്താണ് കോഡ്? 1 2 3 4 5 6 7. അപ്പം L for 1, A for 2, R for 3 അങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട കോഡ് EARST ആണ്. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ തന്നിരിക്കുന്ന ലെറ്ററുകളെല്ലാം നമുക്ക് ആദ്യം തന്നിരിക്കുന്ന വേർഡിനകത്ത് ഉണ്ട്. അപ്പൊ ഇയുടെ കോഡ് എന്താ? 5, എയുടെ കോഡ് എന്താ? 2, ആറിന്റെ കോഡ് 3, എസിന്റെ കോഡ് 6, ടിയുടെ കോഡ് 7. 5 2 3 6 7. 5 2 3 6 7. എന്തുണ്ട്? ഓപ്ഷൻ നമ്പർ സി. നമുക്ക് ഈസി ആയിട്ട് ആ ഉത്തരം കിട്ടി. ക്ലിയർ? സോ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ഇഫ് ഗോട്ട് ഈസ് കോഡഡ് ആസ് 715120, then how can we neat കോഡഡ് ആസ്? നീറ്റിനെ എങ്ങനെയായിരിക്കും കോഡ് ചെയ്യാനായിട്ട് പറ്റുക? ഗോട്ട് എന്താണെന്നാണ്? ഗോട്ട് എന്ന വാക്കിനെ 715120 കൊണ്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഗോട്ട് GOAT 715120 എങ്ങനെ കിട്ടി? G എന്തുവാ? G7. O എന്തുവാ? O is 15. Okay. Then what is A? A is 1. Then what is T? T is 20. That is 715120. അപ്പൊ എന്താണ്? ഏതാണോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ അത് എഴുതുവാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നീറ്റ് എങ്ങനെയായിരിക്കും? ഗേറ്റിക്ക് നമുക്കറിയാം എന്ത്? 80 എന്ന് പറയുന്നത് 120 ആണ്. ഇ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ ഫൈൻ. ഇ എന്ന് പറയുന്നത് 5 ആണ്. വട്ട് ഈസ് എൻ? എൻ എന്ന് പറയുന്നത് 14. എൻ എന്ന് പറയുന്നത് 14. സോ അപ്പൊ എന്ത് വരും? 14 51 20. സോ ഓപ്ഷൻ നമ്പർ എ ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ: ഇഫ് ഹോട്ടൽ ഈസ് കോഡഡ് ആസ് 12, if hotel is coded as 12, how will you code bore? If hotel is coded as 12, how will you code bore? For example, നമ്മൾ
HOTEL. ഹോട്ടൽ കോഡ് ചെയ്തിരിക്കുന്ന 12 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ബോർ എന്ന് പറയുന്ന വാക്കിനെ എങ്ങനെയായിരിക്കും കോഡ് ചെയ്യുക? നമുക്ക് ഇതിന് മുമ്പുള്ള ഇതിൽ നിന്ന് എടുക്കാം. ഹോട്ടൽ എന്ന് എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഹോട്ടൽ എന്ന് പറഞ്ഞെടുത്താൽ ഹോട്ടൽ ഈക്വൽ ടു H എത്രയാണ്? H8. O എന്ന് പറയുന്നത് 15, T എന്ന് പറയുന്നത് 20, E എന്ന് പറയുന്നത് 5, L എന്ന് പറയുന്നത് 12. നമ്മളിത് ഇതിനകത്ത് ഒരു 12മായിട്ടൊരു ബന്ധം കിട്ടും. അപ്പൊ ചുമ്മാ ഒന്ന് കൂട്ടി നോക്കാം. കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 12ഉം 8ഉം 20, 20 20 40, 40ഉം 20ഉം 60. സോ ഹോട്ടൽ എന്ത് കിട്ടി? 60 എന്ന് കിട്ടി. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കോഡ് എത്രയാ? 12 ആണ്. അപ്പം 60 ആണെങ്കിൽ 60ൽ നിന്ന് 12 കിട്ടാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 12 കിട്ടും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ബോർ എടുത്താൽ, BORE, ബോർ എടുത്താൽ, ബോർ എന്ന് പറയുന്ന B for 2, ഓയുടെ കോഡ് എന്ന് പറയുന്നത് 15, 12 5 17, ദെൻ ആറിന്റെ കോഡ് എന്ന് പറയുന്നത് 18, 18ഉം 17ഉം 35, E എന്ന് പറയുന്നത് 5, 35 5ഉം 40, 35 5ഉം 40 എന്ന് കിട്ടും. ഒന്നുകൂടെ നോക്കാം. ബിയുടെ കോഡ് 2, ബിയുടെ കോഡ് എന്ന് പറയുന്നത് 2, O എന്ന് പറയുന്നത് 15, അപ്പൊ എന്താണ് 15 15 2 17 വന്നു. 17, പിന്നെ ആറിന്റെ കോഡ് എന്ന് പറയുന്നത് 18, സോ 17 8 25 10 35, ഇയുടെ കോഡ് 5, 25 5 35 5 40 എന്ന് കിട്ടി. അപ്പൊ ബോറിന്റെ കോഡ് ടോട്ടൽ 40 കിട്ടി. അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 8 കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 8 ആയിരിക്കും. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 8 ആയിരിക്കും. അതായത് തന്നിരിക്കുന്ന കോഡുകളുടെ ഡിജിറ്റുകളുടെ കറസ്പോണ്ടിങ് പൊസിഷൻസ് എടുത്തു, ആഡ് ചെയ്തു, 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടുന്നതാണ് അതിന്റെ കോഡ് എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ 8 ആയിരിക്കും. ക്ലിയർ? അടുത്ത ചോദ്യം, ഗീവ് ഈസ് കോഡഡ് ആസ് GIVE. ഗീവ് ഈസ് കോഡഡ് ആസ്, ഗീവിനെ നമ്മൾ കോഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 20 18 522 എന്നാണ്. അങ്ങനെയാണെങ്കിൽ പ്ലേയുടെ കോഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട പ്ലേയുടെ കോഡാണ്. ഫോർ എക്സാമ്പിൾ G for 20, I for 18, നമുക്കൊരു സെൻസ് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ വീണ്ടും ABCD ഒന്നുകൂടെ എഴുതി നോക്കാം. ABCDEF GHIJKL MNOPQRSTUVWXYZ. കോഡ് ABCD 1 2 3 കൊടുക്കുന്നതിന് പകരം നേരെ തിരിച്ചു കൊടുത്താൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജിയുടെ കോഡ് എന്താണ്? ജി എന്ന് പറയുന്നത് എന്ത് വരും? G20 വരും. കറക്റ്റ്? G20. ഐ എന്ന് പറയുന്നത് 18, I 18 വന്നു. ഓക്കെ. ദെൻ വി എന്ന് പറയുന്ന 5 വന്നു. ഓക്കെ ഫൈൻ. E 22 വന്നു. സോ ഇതാണ് കോഡ്. അങ്ങനെയാണ് പ്ലേയുടെ കോഡ് എങ്ങനെ വരും? പ്ലേയുടെ കോഡിനെ നമുക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും? പി എന്ന് പറയുന്നത് 11, സോ 11 എഴുതി. എൽ എന്ന് പറയുന്നത് 15, 11 15. എ എന്ന് പറയുന്നത് 26, ദെൻ വൈ എന്ന് പറയുന്നത് 2. സോ 11 15 26 2, 11 15 26 2. സോ ഓപ്ഷൻ 4 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. 11 15 26 2 ഓപ്ഷൻ 4 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. As a token of gratitude, please like to this particular video, share with your friends. Keep watching, keep learning. Thanks for watching. Bye.